പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്കായി ഇന്നും തിരച്ചിൽ നടക്കുകയാണ്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ തിരച്ചിലിന് ഡ്രോൺ ഉപയോഗിക്കും. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ജന, ഇന്നലെയാണ് ഈ വിദ്യാർത്ഥിയെ അവിടെ കാണാതാകുന്നത്. കൂട്ടുകാരോട് അവിടെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. ഇന്നിപ്പോൾ തിരച്ചിൽ ആരംഭിച്ചോ? ഏത് മേഖല ഈ അപകടം അല്ലെങ്കിൽ കുട്ടി ഒഴുക്കിൽപ്പെട്ടതിനേറെ ദൂരത്തേക്ക് മാറിയാണോ ഇപ്പോൾ തിരച്ചിൽ? ദിവിഷ്, ഇന്നലെ 12 മണിയോടെയായിരുന്നു ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നത്. മഞ്ചേരി സ്വദേശിയായ അലൻ അഷ്റഫാണ് അപകടത്തിൽപ്പെട്ട് കാണാതായത്. ഇന്നലെ വൈകിട്ട് വരെ തിരച്ചിൽ തുടർന്നിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രിയിലൊക്കെ തന്നെയും വൈകിട്ടോടുകൂടിയും വനത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഈ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ പുഴയിൽ വെള്ളം കൂടുകയും അത് ഈ ഒരു തിരച്ചിലിനെ ബാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് തിരച്ചിൽ മാറ്റിവെച്ചത്. ഇന്ന് രാവിലെ ഏതായാലും തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ 12 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. മഞ്ചേരി സ്വദേശികളായ 6 അംഗ വിനോദ സംഘം പതങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതാകുന്നത്. കുട്ടി കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു പതങ്കയത്ത് നേരത്തെയും അപകടങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തെ സംബന്ധിച്ച് വെള്ളച്ചാട്ടത്തിന് താഴെ നിരവധി പാറക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പാറകൾക്കിടയിലൊക്കെ കുട്ടി അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും മുക്കം അഗ്നി ഫയർഫോഴ്സ് ടീമും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഈ ഒരു തിരച്ചിലിനൊപ്പമുണ്ട്. ഏതായാലും ഡ്രോൺ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ദിവിഷ്, ശരി. അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.